നമസ്തേ. എജുസോണിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഹിന്ദിയിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിച്ചത്. बीर बहूटी. बीर बहूटी की लेखक कौन है? प्रभात. किसरी था की रचना है? बीर बहूटी एक कहानी है, बहुत सुंदर खूबसूरती कहानी है അല്ലേ. വളരെ മനോഹരമായൊരു കഥയായിരുന്നു നമ്മൾ പഠിച്ചത് ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടിക്ക് പാത്ര കോൻ കോൻ ഹെ? സാഹിൽ, ബേല അല്ലേ. സാഹിലിൻ്റെയും ബേലയുടെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ, അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ പവിത്രമായ നിർമ്മലമായ സ്നേഹത്തിൻ്റെ ഒരു കഥയാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് नरेश सक्सेना जी द्वारा लिखी गई एक टिप्पणी है, हताशा से एक व्यक्ति बैठ गया था. എന്താണ്? നരേഷ് സക്സേന ജി എഴുതിയ ഒരു ടിപ്പണിയാണ്. എന്ത്? ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ശരിക്കും പറഞ്ഞാൽ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറയുന്നത് വിനോദ് കുമാർ ശുക്ല എഴുതിയ ഒരു കവിതയാണ്. ആ കവിതയെ നമ്മൾ ടിപ്പണി രൂപത്തിലാക്കി തന്നിരിക്കുകയാണ് ആര്? നരേഷ് സക്സേന ജി. അപ്പോൾ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 17 നോക്കിയാൽ അറിയാം. അതായത് നമ്മുടെ ലേഖകനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, നരേഷ് സക്സേനയും विनोद कुमार शुक्ल. അത് വായിച്ചു നോക്കുക. അതായത് നരേഷ് सक्सेना समकालीन हिंदी साहित्य क्षेत्र के विलक्षण कवि है. संप्रति कविताओं के अतिरिक्त नाटक, फिल्म, संपादन के क्षेत्र में भी आप सक्रियता से महत्वपूर्ण कार्य करते रहते हैं. समुद्र पर हो रही है बारिश, आत्मिका आदि आपकी प्रमुख रचनाएं हैं. साहित्य के लिए आपको 2000 का पहल सम्मान मिला है तथा निर्देशन के लिए 1992 में രാഷ്ട്രീയ ഫിലിം പുരസ്കാർ. അത് വായിച്ചു നോക്കിയാൽ മതി. നരേഷ് സക്സേന ജിയെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചനകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് കവിതകൾ മാത്രമല്ല, നാടകങ്ങളും ഫിലിമും എഡിറ്റോറിയലൊക്കെ അദ്ദേഹം ഒത്തിരി എഴുതിയിട്ടുണ്ട്. അതേപോലെ വിനോദ് കുമാർ ശുക്ലിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ ഈ വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയാണ് ശരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം അത് നോക്കാം. ഒരു കവിത നമുക്ക് ഒരു ചെറിയൊരു ബോക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 15. ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു. അതാണ് ശരിക്കും കവിത. ആ കവിത ഞാൻ വായിച്ചു തരാം, നോക്കിക്കോളൂ. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बैठाया, मेरा हाथ पकड़कर वो खड़ा हुआ. मुझे वह नहीं जानता था, मेरे हाथ बैठाने को जानता था. हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. ജസ്റ്റ് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റുന്ന വിധത്തിലുള്ള വളരെ സിമ്പിളായുള്ള സെൻറ്റൻസുകളാണ് വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിത എന്ന് പറയുന്നത്. വളരെ ലളിതമാണ്. നോക്കിയേ. ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു. വ്യക്തി കോ മൈ നഹീ ജാൻതാ ഥാ. എനിക്ക് ആ വ്യക്തിയെ അറിയില്ലായിരുന്നു. ഹതാശാ കോ ജാൻതാ ഥാ. പക്ഷെ അയാളുടെ നിരാശയെ എനിക്കറിയാമായിരുന്നു. മൈനെ ഇസ്ലിയെ മൈ ഉസ് വ്യക്തിക്ക് പാസ് ഗയ. ഞാൻ അതുകൊണ്ടാണ് അയാളുടെ അടുത്തേക്ക് പോയത്. മൈനെ ഹാത്ത് ബെഠായ. ഞാൻ കൈ നീട്ടി. മേരെ ഹാത്ത് പകഡ്കർ വഹ് ഖടാ ഹുവ. എൻ്റെ കൈ പിടിച്ച് അദ്ദേഹം എഴുന്നേറ്റു. മുझे वह नहीं जानता था. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ അറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബെഠാനെ കോ ജാൻതാ ഥാ. എൻ്റെ കൈ നീട്ടാൻ എനിക്കറിയാമായിരുന്നു. ഹം ദോനോ സാത്ത് ചലേ. ഞങ്ങൾ ഒന്നിച്ചു നടന്നു. ദോനോ ഏക് ദൂസരെ കോ നഹീ ജാൻതേ ഥേ. രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലനെ കോ ജാൻതേ ഥേ. പക്ഷെ ഒന്നിച്ചു നടക്കാൻ അറിയാമായിരുന്നു. അതായത് അറിയാവുന്ന കാര്യങ്ങളും അറിഞ്ഞിടാത്ത കാര്യങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ശരിക്കും ഈ കവിത എന്ന് പറയുന്നത്. ഈ ടിപ്പണി വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയെ ടിപ്പണി രൂപത്തിൽ നരേഷ് സക്സേന അതിനെ വർണ്ണിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ മനസ്സിലാവും. കവിത വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് പിടികിട്ടി. പക്ഷേ ഒരു പ്രോപ്പർ വേയിൽ നിൽക്കുമ്പോൾ മനസ്സിലായി കാണണമെന്ന് എനിക്കറിയാം. പക്ഷെ അത് വായിക്കുമ്പോൾ തന്നെ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരുവിധം ഒരു ഐഡിയ കിട്ടും. സാധാരണക്കാരന് പോലും വായിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലുള്ള കവിത അല്ലെങ്കിൽ ഭാഷാശൈലിയാണ് വിനോദ് കുമാർ ശുക്ലജിയുടേത്. നോക്കോളൂ. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. വിനോദ് കുമാർ ശുക്ല ജി എന്ന് പറയുന്നത് अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. ഭാഷയുടെ എന്താണ് അൻഘടന മീൻസ് ഓർഡർ ഇല്ലായ്മയാണ്. അതായത് ഭാഷ പ്രയോഗിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകിച്ചൊരു ഓർഡറൊന്നും പ്രോപ്പറായിട്ട് കൊണ്ടുപോയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മൗലികത, അദ്ദേഹത്തിൻ്റെ തനിമ, അദ്ദേഹത്തിൻ്റെ ലാളിത്യം എല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണാം.
കാണാമായിരുന്നു. किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते. എന്നാൽ ഈ കവിതയിൽ മൗലികതയോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, അദ്ദേഹം കാവ്യശില്പത്തെക്കുറിച്ച് സിദ്ധമായ ഒരു കവിയായിട്ട്, അതായത് കാവ്യത്തിൻ്റെ വളരെ മനോഹരമായ രീതിയിൽ ഒരു കാവ്യത്തെ എങ്ങനെയെല്ലാം ആവിഷ്കരിക്കാമോ അല്ലെങ്കിൽ എങ്ങനെ മനുഷ്യ മനസ്സുകളിലേക്ക് പെട്ടെന്ന് അതിൻ്റെ ആശയം എത്തിക്കാമോ ആ ഒരു രീതിയിലാണ് അദ്ദേഹം ഈ കവിത എഴുതിയിരിക്കുന്നത്. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. കവിതയുടെ അർത്ഥം എന്ന് പറയുന്നത്, കവിതയുടെ മീനിങ് ഇത്രയും സാഫാണ്, മീൻസ് ഇത്രയും പക്കാണ്, ഇത്രയും ക്ലിയർ ആണ്, ഇത്രയും മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അതായത് ദർക്കാർ മീൻസ് ആവശ്യമില്ല, ആരും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത്രയും സാഫാണ്, അത്രയും ക്ലിയർ ആണ് അദ്ദേഹത്തിൻ്റെ കവിത. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते. വളരെ सरल शब्दों वाले वाक्य, വളരെ ലളിതമായ വാക്കുകൾ സ്വയം അതിൻ്റെ അർത്ഥം വിളിച്ചു പറയുന്ന രീതിയിലുള്ള കവിതയാണ്. व्यक्ति को मैं नहीं जानता था, हदाशा को जानता था. कवि പറയുകയാണ്, कहते ही वे जानने की हमारी उस जानी पहचानी रूठी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. ओके, व्यक्ति को मैं नहीं जानता था, എനിക്ക് ആ വ്യക്തി അറിയുമായിരുന്നില്ല. हताशा को जानता था, പക്ഷേ അയാളുടെ നിരാശയെ എനിക്കറിയാമായിരുന്നു. कहते ही वे जानने की हमारी उस जानी पहचानी रूठी को तोड़ देते हैं. എന്താ അങ്ങനെ, അതായത് എനിക്ക് ആ വ്യക്തി അറിയില്ല പക്ഷെ അയാളുടെ നിരാശ എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നതിലൂടെ നമുക്ക് ഒരാളെ അറിയാനുണ്ടായിരുന്ന ഒരു പരമ്പരാഗത രീതി ഉണ്ടായിരുന്നു. രൂഢി മീൻസ് നമ്മുടെ പരമ്പരാഗതമായ ഒരു രീതിയുണ്ട് ഒരു വ്യക്തിയെ നമ്മൾ അറിയുന്നത്. ശരിക്കും എങ്ങനെയാണ് നോക്കിയേ, ജോ വ്യക്തിക്ക് നാം, പതേ, ഉമ്ര, ഓഹദേ യാ ജാതി സെ ജാനനെ കോ ജോഡ്തി ഹെ. അതായത് ശരിക്കും നമ്മളൊരു വ്യക്തി, ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിനെ പരിചയപ്പെടണം. നിങ്ങൾ ഫസ്റ്റ് ടൈം സ്കൂളിൽ ചെന്നു, ഫസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? അവൻ്റെ പേര് എന്താണ്, അവൻ്റെ പദവി, അല്ലെങ്കിൽ അവൻ്റെ വയസ്സ്, അവൻ്റെ സ്ഥലം, അങ്ങനെ അവൻ്റെ അഡ്രസ്സ്, ഇതെല്ലാം ചോദിച്ചാണ് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട്, അതായത് രൂഢീഗ്രസ്ത് പരമ്പരാഗതമായ രീതിയിൽ ഒരു വ്യക്തിയെ നമ്മൾ അറിയുന്നത് അല്ലേ. പക്ഷേ ആ ഒരു രീതി ഇവിടെ ഇല്ലാതാവുകയാണ് ശരിക്കും. നോക്കിയേ, യദി ഹം കിസി व्यक्ति को उसकी हताशा, निराशा, असहायता या उनके संकट से नहीं जानते तो हम कुछ नहीं जानते. ലേഖകൻ പറയുന്നത്, ഒരു പക്ഷേ നമ്മളൊരു വ്യക്തിയെ കണ്ടിട്ട് അയാളുടെ നിരാശ അല്ലെങ്കിൽ അയാളുടെ വിഷമം, അയാളുടെ അസഹായത അല്ലെങ്കിൽ അയാളുടെ പ്രോബ്ലംസ് ഒന്നും നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ तो हम कुछ नहीं जानते, നമ്മളൊന്നും അറിഞ്ഞില്ല എന്നാണ് അർത്ഥം. അയാളെ നമുക്ക് അറിയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते हैं? നമ്മൾ റോഡിലൂടെ നടന്നു പോവാണ്, ജസ്റ്റ് സപ്പോസ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരാൾ വഴിയിൽ കിടക്കുകയാണ്. നമ്മൾ അയാളെ നോക്കിയിട്ട് നമുക്കറിയാത്ത വണ്ണം നമ്മൾ തിരിഞ്ഞു നടന്നു പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് അങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തി നമുക്ക് അറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വാസ്തവമേ ഹം ജാനത്തെ ഹെ കി യഹ് വ്യക്തി മുസീബത്ത് മേ ഹെ. നമുക്കറിയാം അയാൾ പ്രോബ്ലത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അവർക്ക് ഹമാരി മദത് കി ജറൂരത്ത് ഹെ. എന്താ, അയാൾക്ക് നമ്മുടെ ഹെൽപ്പ് അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേ കി യാദ് ദിലാത്തി ഹെ. എന്താ, ശരിക്കും ഈ കവിത എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനായി തന്നെ അറിയാനുള്ള ആ ഒരു രീതിയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടെ നോക്കിയേ, विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कर देते हैं. व्यक्ति को मैं नहीं जानता था, हदाशा को जानता था. कहते ही वे जानने की हमारी उस जानी पहचानी रूठी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसे संकट से नहीं जानते तो हम कुछ नहीं जानते. सड़क पर घायल पड़े एक अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि ये व्यक्ति मुसीबत में है और उसे हमारी मदद की ज़रूरत है. एक कविता
मनुष्य को मनुष्य की तरह जानने की याद दिलाती है. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നോക്കി, അതായത് ഒരു വ്യക്തി, നമ്മൾ ഇത്രയും നാളും ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് എന്താ നിൻ്റെ പേര്, അല്ലെങ്കിൽ നീ എവിടെ നിന്ന് വരുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്താ നിൻ്റെ ജാതി, അല്ലെങ്കിൽ നീ എന്താ നിൻ്റെ പോസ്റ്റ്, അല്ലെങ്കിൽ നീ ആരാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളൊരു വ്യക്തിയുമായിട്ട് ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അയാളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് രൂഢീഗ്രസ്ത രീതിയിൽ നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. പക്ഷേ ലേഖകൻ പറയുന്നത് ഒരു കാരണവശാലും ഒരു വ്യക്തിയെ, അതായത് ഒരു വ്യക്തിയെ നമ്മൾ അറിയാമെന്ന് പറയുന്നത് അയാളുടെ പദവിയിലൂടെയോ അയാളുടെ പേരിലൂടെയോ ഒന്നും ആയിരിക്കില്ല. പേരും നാളിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ പേരും നാളും കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ആർക്കെങ്കിലും ഉപയോഗമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളൊരു പ്രോബ്ലത്തിൽ പെട്ടിരിക്കുമ്പോൾ ആ വ്യക്തി ഒരു പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമാണ് എന്നൊക്കെ വരുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളൊരു വ്യക്തിയെ പൂർണ്ണമായിട്ടും അറിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജാന്ന ശബ്ദ ലേഖക വ്യാഖ്യ സെ ആപ് കഹാൻ തക് സഹമത് ഹേ. ജാന്ന എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ടാണ് ശരിക്കും ഈ കവിത മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അറിയുക എന്നതുകൊണ്ട് ലേഖകന്റെ ഈ ഒരു വ്യാഖ്യയോട്, ലേഖകൻ അറിയുക എന്നത് എന്താണെന്ന് പറഞ്ഞു തന്നല്ലോ, അപ്പം ആ വ്യാഖ്യയോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജാന്നയുടെ ആ ഒരു മീനിങ്ങിനോട് എന്താണ് യോജിക്കാൻ പറ്റുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒരു 3-4 സെൻറ്റൻസിൽ എഴുതണം. അത് ഈ പോർഷൻ്റെ ഒരു വർക്കാണ്. അത് ചെയ്തു വയ്ക്കുക. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്ററാണ് പഠിച്ചത്, ടിപ്പണിയാണ് പഠിച്ചത്. ആരുടെ ടിപ്പണിയായിരുന്നു? നരേശ് സക്സേനാജിയുടെ ടിപ്പണിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ, അതായത് വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയ്ക്ക് നരേശ് സക്സേന എഴുതിയ ടിപ്പണി, അതാണ് ശരിക്കും നമ്മൾ പഠിച്ചത്. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയ. അത് വളരെ നല്ലൊരു ചാപ്റ്ററാണ്. ശ്രദ്ധിക്കുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ ചാപ്റ്റർ ഒന്ന് വായിച്ച് നോക്കിയെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് കിട്ടത്തുള്ളൂ. അതിൻ്റെ വേർഡ്സൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പുതിയ വേർഡ്സുകളായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ വായിച്ചെങ്കിൽ മാത്രമേ, അതായത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പോൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വായിക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ വേർഡ്സ് എത്രയും തറാവുന്നത്, അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയെ അറിയുക എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഒരു വ്യക്തിയെ അറിയുക എന്നൊരു ശബ്ദത്തെ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ശരിക്കും വിനോദ് കുമാർ ശുക്ല തൻ്റെ കവിത എഴുതിയിരിക്കുന്നത്. അറിയുക, ഒരു വ്യക്തിയെ അറിയുന്നത് ഒരിക്കലും അയാളുടെ എന്താണ് പേര്, വയസ്സ്, അഡ്രസ്സ് അതിലൂടെയൊന്നും ആവരുത്. പിന്നെ മറിച്ച് അയാളുടെ അസഹായത, നിസ്സഹായ അവസ്ഥ, അല്ലെങ്കിൽ അയാളുടെ പ്രോബ്ലംസിനെയൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മളൊരു വ്യക്തിയെ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്കി നോക്കിക്കോളൂ. लास्ट നമ്മൾ പറഞ്ഞു हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है. ഒരു വ്യക്തി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, അയാൾക്ക് നമ്മളുടെ ഹെൽപ്പ് അത്യാവശ്യമാണ്. ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേക്ക് യാദ് ദിലാത്തി ഹെ. മനുഷ്യനെ മനുഷ്യനായി തന്നെ അറിയുക എന്നതാണ് ഈ കവിതയിലൂടെ അർത്ഥമാക്കുന്നത്. മെയിനായിട്ടും ഈ കവിത ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ മനുഷ്യനായി തന്നെ മനസ്സിലാക്കുക. ആ ഒരു വാക്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. മനുഷ്യനെ മനുഷ്യനായി തന്നെ അറിയുക, അതായത് അവൻ്റെ ഉള്ളിൽ എന്താണ് അവൻ്റെ അവസ്ഥ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മളും ശരിക്കും മനുഷ്യനാണെന്ന് പറയാൻ അർഹനായുള്ളൂ. कविता लगातार नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें. अदायद कविता लगातार नहीं जानने और जानने का बयान करती है. ഈ കവിതയിൽ കണ്ടിന്യൂസ് ജാന്ന और न जानना, അറിയാം അറിയില്ല, ആ ഒരു കാരീകരണം, അത് ആ ഒരു പ്രാസമാണ് ശരിക്കും വരുന്നത്. ശില്പ കീസ് ബാരി കാരീഗാരിക്കോ ദേഖേ. ശില്പം ശരിക്കും ഇങ്ങനെ റിപ്പറ്റേഷനാണ് ഉണ്ടാകുന്നത്. ശരിക്കും നമ്മൾ ഈ വായ്ത്താരികളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് ജാന്ന നഹീൻ ജാന്ന, വീണ്ടും ജാന്ന നഹീൻ ജാന്ന, അങ്ങനെയാണ് പോകുന്നത് ശരിക്കും. वो मुझे नहीं जानता था हाथ बढ़ाने को जानता था. നോക്കിയേ, അയാൾക്ക് എന്നെ അറിയില്ല, പക്ഷെ എനിക്ക് അയാളെ അറിയില്ല, എനിക്ക് പക്ഷെ കൈ നീട്ടാൻ അറിയാം. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ല, പക്ഷെ ഒന്നിച്ച് നടക്കാൻ അറിയാമായിരുന്നു. യഹ് നഹീൻ ജാന്ന और जानना कविता में किसी लोकगीत के स्थायी की तरह. ഈ കവിതയിൽ ജാന്ന അല്ലെങ്കിൽ നഹീൻ ജാന്ന എന്ന് പറയുന്നത് ഒരു ലോകഗീതം. ലോകഗീതം എന്താണ്? നാടൻ പാട്ട്. അപ്പം നാടൻ പാട്ടിലേക്ക് വായ്ത്താരികൾ പോലെ, സ്ഥായിക്ക് തരഹ വായ്ത്താരികളെ പോലെ ബാർ ബാർ ലൗട്ടാ ഹെ, റിപ്പീറ്റ് ചെയ്ത് വരികയാണ് അല്ലേ, ജാന്ന നഹീൻ ജാന്ന എന്നുള്ള രീതിയിൽ. ഗദ്യ में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. അപ്പം നരേശ് സക്സേന പറയുന്നതെന്ന് വെച്ചാൽ ഗദ്യത്തിനെ ഇത്രയും ഖൂബിക്ക് സാത്ത്, ഇത്രയും മേന്മയോടുകൂടി അല്ലെങ്കിൽ ഇത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്
ഏതെങ്കിലും കവിതയിൽ ഇത്രയും ഗദ്യാത്മകത നിറച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ എന്നത് യാദ് നഹി ആ രഹ, എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗദ്യാത്മക രൂപത്തിലുള്ള കവിതയാണ് ഈ വിനോദ് കുമാർ ശുക്ലൻ്റെ എന്നാണ് ആര് പറയുന്നത്? നരേഷ് സക്സേന പറയുന്നത്. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. അതായത് നോക്കി, ജൈസെ കിസി ഗസൽ മേ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഗസൽ എടുക്കുകയാണെങ്കിൽ ആഖിരി ഷോറാണ്, ആഖിരി ഷോർക്ക് ആഖിരി ശബ്ദ, അതായത് ഈരടി അവസാനത്തെ വാക്കുകൾ എന്ത് ചെയ്യുന്നു? ശ്രോതാവോ കി ജുബാൻ പർ ആപ്സെ ആപ്പ് ആ ജാതെ, കേൾക്കുന്നവരറിയാതെ പാടിപ്പോവും. അവസാനത്തെ ആ ഒരു ലിറിക്സിൻ്റെ ആ ഒരു ഭംഗി കൊണ്ട് അവസാനം ഇങ്ങനെ നമ്മൾ അതേറ്റ് പാടിപ്പോവും. ശരിക്കും ഗസലൊക്കെ അത്രയും മനോഹരമാണ്. അതുകൊണ്ട് വൈസെ ഹീസ് കവിതയ്ക്ക് അന്തിം ശബ്ദം, അതുപോലെയാണ് ഈ കവിതയുടെ അവസാന ശബ്ദം. യാനി സാത്ത് സാത്ത് ചലന, ഒന്നിച്ച് പോവാന്ന് പറയുന്നത്. സാത്ത് സാത്ത് ചലന കെ ബാദ് യദി കവിത പാഠ റോക്ക് ദിയാ ജായേത്തോ, അതായത് സാത്ത് സാത്ത് ചലനം കഴിയുമ്പോൾ കവിതയുടെ തീരെയാണ്. അപ്പം പാടി കഴിയുമ്പോൾ സുന്നെ വാലെ ഖുദ് വാക്കി പൂരാ കർ ദേങ്കി, കേൾക്കുന്നവർ സ്വയം പൂരിപ്പിക്കുകയാണ്. അവർ കഹേങ്കി, പൂരിപ്പിച്ച് പറയുകയാണ് എന്ത്? ജാൻതേ ഥേ, എന്താ? അറിയാമായിരുന്നു. കാരണം ഈ കവിത വായിച്ചു കഴിയുമ്പോൾ നമ്മൾ വേറൊരു ലോകത്ത്, ശരിക്കും കവിത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ കവിതയിലേക്ക് ഇറങ്ങി ചെല്ലുന്നൊരു ഫീൽ ഉണ്ടാവും. അത്രയും സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഒരു വ്യക്തി മുറിവേറ്റ് കിടക്കുന്നത് നമ്മൾ മനസ്സിൽ കാണും, അയാളെ കൈനീട്ടി വലിച്ച് രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചു കയറ്റുന്നത്, അയാളിൽ പ്രതീക്ഷ കൊടുക്കുന്നത്, ഇതെല്ലാം നമ്മുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിതെല്ലാം വിഷ്വലൈസ് ചെയ്യും, നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കവിത വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിരുത്തി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ വളരെ സിമ്പിളാണ് ഈ കവിത. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഇത് കാണും, അല്ലെങ്കിൽ നമ്മളിത് കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളും പറയണം. അപ്പോൾ ഈ കവിത തീർന്നു പോയാലും ലാസ്റ്റ് ഒരു നാടൻ പാട്ടിൻ്റെയൊക്കെ ഈരടികൾ പോലെ, അവസാന വായ്ത്താരികൾ പോലെ നമ്മളും ഇതിനെ അറിയാമായിരുന്നു, ഞങ്ങൾക്കും അറിയാമായിരുന്നു അയാൾ വിഷമിച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കണ്ട വ്യക്തി, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ചിന്തകളിങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കും. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती. रूढ़िग्रस्त, അറിയുക എന്ന് പറയുന്നതിൻ്റെ പരമ്പരാഗതമായ രീതിയെ തന്നെ പാടെ പൊട്ടിച്ചെറിയുകയാണ് ഈ കവിത. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता. ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ തന്നെ ശരിക്കും കവി ഇതിൻ്റെ ആശയം കംപ്ലീറ്റ് പറഞ്ഞു തീരുകയാണ്. शेष पंक्तियाँ उसी कहे के को और सखन और गहरा करती है. ബാക്കിയുള്ള പങ്ക്തികളിലെന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെ തന്നെ വീണ്ടും കുറച്ചുകൂടെ ഗഹര, ആഴത്തിൽ, വളരെ ശക്തമായ ഭാഷയിൽ വീണ്ടും വീണ്ടും പറയാണ്. 2 വരി, ആദ്യത്തെ 2 വരിയിൽ തന്നെ പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആശയം കംപ്ലീറ്റ് ആയെങ്കിൽ കൂടി ആ ആശയത്തെ വീണ്ടും സ്ട്രെസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ ആശയത്തെ വീണ്ടും വളരെ ആഴത്തിൽ ജനഹൃദയങ്ങളിൽ ഉറപ്പിക്കുകയാണ് ബാക്കി വരികളിലൂടെ ലേഖകൻ ചെയ്യുന്നത്. കവിത का संदेश है, എല്ലാ കവിതയ്ക്കും ഓരോ മെസ്സേജ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ കവിതയുടെ മെസ്സേജ് എന്ന് പറയുന്നത് 2 मनुष्यों के बीच मनुष्य का एहसास यानी मानवीय संवेदना होना जरूरी है, जानकारियां जरूरी नहीं है. എന്താ പറയുന്നത്? 2 मनुष्यों के बीच, ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് 2 മനുഷ്യർക്കിടയിൽ മനുഷ്യരാക്ക എഹസാസ്, എന്താണ് അനുഭവപ്പെടേണ്ടത്? ശരിക്കും മനുഷ്യതയാണ്, അല്ലെങ്കിൽ മാനവീയ സംവേദനയാണ്, മാനവീയ മൂല്യങ്ങളാണ്, ശരിക്കും മനുഷ്യത്വമാണ് ഒരു 2 മനുഷ്യർക്കിടയിൽ ഉണ്ടാവേണ്ട അറിവെന്ന് പറയുന്നത്. ജാൻകാരിയം ജറൂരി നഹി ഹെ, അതല്ലാതെയുള്ള അറിവുകൾ ഒന്നും തന്നെ ജറൂരി നഹി ഹെ, അതൊരു അറിവേ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഉണ്ടാകുന്നില്ല. किंतु ये संदेश कविता में उपदेश की तरह नहीं आता. ഇത് ശരിക്കും ഉപദേശമാണ് നമുക്ക് തരുന്നത്, അല്ലെ? എന്ത് ഉപദേശമാണ് തരുന്നത്? മനുഷ്യ, നീ മനുഷ്യനെ മനുഷ്യനായി തന്നെ അറിയൂ എന്നൊരു ഉപദേശമാണ് തരുന്നത്. അല്ലെങ്കിൽ നീ മനുഷ്യനാവണമെങ്കിൽ മനുഷ്യത്വത്തോടെ വിവേകത്തോടെ പെരുമാറണം. അപ്പം അത് ഉപദേശമാണെങ്കിൽ കൂടി കവിത വായിക്കുമ്പോൾ ഒരിക്കലും നമുക്കൊരു ഉപദേശമാണ് കിട്ടുന്നതെന്നുള്ളൊരു ഫീലേ ഉണ്ടാവുന്നില്ല. അതാണ് ലേഖകന്റെ വിജയം. ആ പോർഷൻ ഒന്നുകൂടെ നോക്കിയേ. കവിത लगातार नहीं जानने और जानने का बयान करती जाती है, शिल्प की इस बारीक कारीगरी को देखे. कविता लगातार नहीं
वो मुझे नहीं जानता था, हाथ बैठाने को जानता था। हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे। यह नहीं जाना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है। गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है, याद नहीं आ रहा। जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आप से आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे। यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है। इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है। शेष पंक्तियाँ उसी कहे गए को और सखन और गहरा करती है। कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है, जानकारियाँ ज़रूरी नहीं है। किंतु यह സന്ദേശ കവിതാമേ ഉപദേശ की तरह नहीं आता। അപ്പോൾ അത്രയാവുമ്പോൾ ഇവിടെ ഒരു ചാപ്റ്റർ തീരെയാണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ നമുക്ക് ഒത്തിരി ആശയങ്ങളുണ്ട് അല്ലേ. ഒരു കൊച്ചു കവിതയാണ് നമ്മൾ പഠിച്ചതെങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിയേ. കവിത के शिल्प पक्ष पर लेखक के निरीक्षण क्या क्या है? കവിതയുടെ ശില്പപക്ഷത്തെക്കുറിച്ചുള്ള ലേഖകൻ്റെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഈ കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് കുറേ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ടിപ്പണിക്ക് ആധാർ पर लिखे എന്നും പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ജാനയ്ക്ക് രൂഢീഗ്രസ്ത ആധാർ ഒരു ബോക്സിൽ എഴുതുക. ജാനയ്ക്ക് അസലി, അതായത് ജാനയ്ക്ക് രൂഢീഗ്രസ്ത ആധാർ പരമ്പരാഗതമായ രീതി ഏതാണെന്ന് ലെഫ്റ്റ് സൈഡിൽ എഴുതുക. റൈറ്റ് സൈഡിൽ ശരിയായ രീതി ഏതാണെന്ന് എഴുതുക. അത് ഈ പോയം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും. then അടുത്തൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് കവിത पर टिप्पणी लिखते समय किन किन बातों पर ध्यान देना है? കവിതയെക്കുറിച്ച്, അതായത് വിനോദ് കുമാർ ശുക്ലന്റെ കവിതയാണ് നരേഷ് സക്സേനാജി നമുക്ക് ടിപ്പണിയാക്കി തന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കവിതയെ ടിപ്പണിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. നരേഷ് സക്സേനാക്ക് ടിപ്പണിക്ക് ആധാർ पर लिखे അദ്ദേഹത്തിൻ്റെ ടിപ്പണിയുടെ ബേസിലാണ് നിങ്ങളത് എഴുതാനുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ यह समाचार पढ़े और हताशा से एक व्यक्ति बैठ गया था कविता के आधार पर विष्णु कुमार के कार्य पर ചർച്ച കരം. അതൊരു സമാചാർ പത്ര റിപ്പോർട്ടിൻ്റെതാണ്. അത് ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ് വരുമ്പോൾ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഉള്ള വർക്ക്സ് നിങ്ങൾ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം എന്താ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിൾ മീറ്റ് ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. ആ സമയത്ത് കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, ഇതിൽ പറഞ്ഞ ബാക്കി ക്വസ്റ്റ്യൻ, ഇനി എക്സ്ട്രാ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ഗൂഗിൾ മീറ്റ് ലൈവ് വീഡിയോ വരുമ്പോൾ നമുക്കത് എന്താണ് കൺക്ലൂഡ് ചെയ്ത് അതിൻ്റെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വച്ച് തന്നെ ചാപ്റ്റർ നമ്മുടെ ഈ വീഡിയോ കാണുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോഴപ്പോഴും നോട്ട് ചെയ്ത് പോവുക. ടെക്സ്റ്റ് ബുക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അപ്പോൾ നമ്മുടെ 2 ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ധന്യവാദം.